ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. കിച്ച സുദീപിന്റെ മാക്സ് എന്ന് പറഞ്ഞ പടം ZEE5 പോട്ടി റിലീസ് ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫെബ്രുവരി 15 കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം എന്ന് പറഞ്ഞ 4 ഭാഷകളിലാണ് റിലീസ് ആയിട്ടുള്ളത്. പിന്നെ തമിഴിന് ഒരു പോർഷെ കാർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നണ്ടപുരി ബാലകൃഷ്ണ. അപ്പോൾ എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡീസൽ എന്ന് പറഞ്ഞ ഹരീഷ് കല്യാണിന്റെ പടത്തിലത്തെ ബീർ സോ അതിന് ശേഷമുള്ള അടുത്ത പാട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. STR ആണ് പാട്ട് പാടുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഗ്ലിംസ് ഒക്കെ പുറത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമരെന്ന് പറഞ്ഞ പടത്തിലത്തെ ഹെയ് മിന്നലെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 150 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മാർക്കം എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് സോണി ലെവലിൽ ഇപ്പോൾ ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. പിന്നെ പടത്തിന്റെ ഒരു ഡിലീറ്റഡ് സീനും പുറത്തിട്ടുണ്ട്. ആ ഡിലീറ്റഡ് സീനിനെ കുറിച്ചിട്ട് കുഴപ്പമില്ലെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിയാസ്കാനുള്ള സീനാണ്. എന്തായാലും കണ്ടവർക്ക് ജസ്റ്റ് കണ്ടോക്കാം. യൂട്യൂബിൽ ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ പേജിലുണ്ട്. പിന്നെ പൊന്മാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ തേർഡ് വീക്കിലുള്ള കേരളത്തിലത്തെ തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പ്രഭാസും അനുരാഗോടിയും ഒന്നിക്കുന്ന പടം. ആ പടത്തിലത്തെ കമൽ കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള VFXന്റെ സൂപ്പർവൈസറിന്റെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ വിഷയതുകൊണ്ട് പോസ്റ്റർ ഒക്കെയായിരുന്നു. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ സിദ്ധി ഗേൾസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ആമസോൺ പ്രൈമിലൂടെ ഫെബ്രുവരി 27 പുറത്തിറങ്ങുമെന്ന് അറിയിച്ചു. പിന്നെ ബ്യൂട്ടി എന്ന് പറഞ്ഞ പടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങിയിരുന്നു. അത് 1 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രജനിമുരുകൻ എന്ന് പറഞ്ഞിട്ടുള്ള ശിവാർത്തിന്റെ പടം റിലീസിന് പ്ലാനിങ് ഉണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും വരുന്നുണ്ടായിരിക്കും. പിന്നെ ഇതയം മുരളി എന്ന് പറഞ്ഞിട്ടുള്ള അതർവടെ പടം അനൗൺസ് ചെയ്തു തരും. ദ വൺ സൈഡ് എന്നാണ് അതിന്റെ ക്യാപ്ഷനായി കൊടുത്തിട്ടുള്ളത്. എന്തായാലും അതിന്റെ ടൈറ്റിൽ ടീച്ചർ നല്ല ടൈറ്റിൽ ടീച്ചർ ആയിട്ടാണ് തോന്നിയത്. അത് 5 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ ഇടത്തിലത്തെ ചെമ്പൻ വിനോദിന്റെ പേര് റഹീം അബ്ദുൽ റൌത്തർ എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ടായിരുന്നു. ആളിതിൽ പോലീസ് സ്റ്റേഷനാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ മധുരൈ പയ്യനും ചെന്നൈ പൊണ്ണും എന്ന് പറഞ്ഞ ഇടത്തിന്റെ സ്നീക്ക് പീക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മാജിക് എന്ന് പറഞ്ഞ ഇടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയതും ഡോൺ നോ വൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ്ങിലൊക്കെയാണ്. പിന്നെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ ഇടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ മണ്ഡഭദ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് പുറത്തിറങ്ങിയതും. അപ്പോൾ അതിന്റെ പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വിശംബരം എന്ന് പറഞ്ഞ ഇടത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ സോങ് ആണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാനുള്ള രീതികൾക്കുണ്ട്. പിന്നെ മുറുമുറ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. മാർച്ച് 7 പടം റിലീസ് ആകാൻ പോകുന്നത്. ഇതാണ് പോസ്റ്റർ. സോംബി പടമാണോ എന്ന് സംശയമുണ്ട്. കണ്ണ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ഇനിയിപ്പോൾ എന്താണെന്നുള്ള അറിയില്ല. പിന്നെ സംഭവം എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മച്ചാന്റെ മലക എന്ന് പറഞ്ഞ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങുന്നുണ്ടായിരുന്നു. ഏതായാലും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ വാവാത്തിയാർ എന്ന് പറഞ്ഞ ഇടത്തിലത്തെ ഉയർ പത്തിക്കാമ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 2 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ ഇടത്തിലത്തെ വേറെ യുഗം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 3 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അനോമി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജലൻ എന്ന് പറഞ്ഞ ഇടത്തിലത്തെ നിബ്രാസ് നൗഷാദിന്റെ പേര് കുഞ്ചാക്കോ എന്നുള്ളതാണെന്നും അതേമാതിരി ഷഹബാസിന്റെ പേര് ബോബൻ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ കുഞ്ചാക്കോ ബോബനായി. പക്ഷെ അങ്ങനെ വായിക്കാക്കണ്ട. പിന്നെ അസ്ത്രം എന്ന് പറഞ്ഞ ഇടത്തിന്റെ ഓവർസീസ് ഓവർസീസിൽ എല്ലാ റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് ഹെവൻ പിക്ചേഴ്സ് എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ രാമു രാഘവൻ എന്ന് പറഞ്ഞ ഇടത്തിന്റെ 6 days to go പോസ്റ്റർ വന്നിരുന്നു. അതേമാതിരി 5 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ദർശൻ എന്ന് പറഞ്ഞ ആളുടെ ബർത്ത്ഡേ ആയിട്ട് കെവിൻ പ്രൊഡക്ഷൻസിന്റെ ഭാഗത്തു നിന്ന് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട് ബർത്ത്ഡേ വിഷയമുണ്ട്. അതേമാതിരി D59 എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒരു പോസ്റ്റർ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. രണ്ടിലാളുടെ ഫേസ് ഒന്നും കാണിച്ചിട്ടില്ല. എന്തായാലും ആളുടെ അടുത്ത് ഇറങ്ങാൻ പോണ ദ ഡെവിൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ടീച്ചറിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ചാവ എന്ന് പറഞ്ഞിട്ടൊരു പടം പുറത്തിറങ്ങിയത് വിക്കി കൗശലിന്റെ പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 ദിവസം കൊണ്ട് 63 കോടിയാണ് വേൾഡ് വൈഡ് നേടിയിട്ടുള്ളതെന്ന് കേൾക്കുന്നത്. പിന്നെ ഞാൻ പാവം പൊല്ലാത്തതെന്ന് പറഞ്ഞിട്ടുള്ള റിയോരാജ് അഭിനയിക്കുന്ന പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പുതിയ പോസ്റ്റർ വെച്ചാൽ ഫസ്റ്റ് പോസ്റ്റർ തന്നെ പറയാം. പിന്നെ കാത്തു വാക്കല ഒരു കാതൽ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഞാൻ ഉന്നേ പിരിയൻ എന്ന് പറഞ്ഞിട്ടുള്ള 3rd സിംഗിൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ നെസ്ലന്റെ കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ഒരു 4 ഫോട്ടോ സെറ്റാണ് അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. എന്തായാലും പിന്നെ മൈക്കിൾ മുസാസി അങ്ങനെ തന്നെ വായിക്കാനുണ്ട്. പ്രഭുദേവയോടാണ് ആ പടം മാർച്ചിൽ റിലീസ് ആവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല. മാർച്ച് 2025 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ പൈങ്കിളി എന്ന് പറഞ്ഞ പടത്തിലത്തെ വാഴക്കൈ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ബൂമറാങ് എന്ന് പറഞ്ഞ പടത്തിൽ പുതിയതായിട്ട് ലിഖിത എന്ന് പറഞ്ഞിട്ടുള്ള ആൾ അഭിനയിക്കുന്നുണ്ട്. ബേബി ലിഖിത എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആളുടെ പടത്തിലത്തെ പേര് ലിഖിത എന്നുള്ളതിനെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ പ്രഭാസിന്റെ സെലാർ എന്ന് പറഞ്ഞ പടം OTT റിലീസായിട്ട് 1 year ആയിട്ടുണ്ട്. ഈ 1 yearന്റെ ഉള്ളിൽ ട്രെൻഡിങ്ങിൽ തന്നെയാണ് പടം നിന്നായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു റെക്കോർഡ് ആയിരുന്നത്. അത് സെല്ലാറിന്റെ പേരിലാണ് ഫസ്റ്റ് കിട്ടുന്നത്. പിന്നെ കൊച്ചിയിൽ വെച്ചിട്ട് ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു മൂവിയുടെ ഷൂട്ട് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാൻ എന്തായാലും വേണ്ടവർക്കും നോക്കാവുന്നതാണ്. പിന്നെ നിലാവുക്ക് എന്മേൽ എന്നാടി കോപം എന്ന് പറഞ്ഞ 5 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ മസാക്ക എന്ന് പറഞ്ഞ 10 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ പടത്തിലത്തെ പകിലി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഫെബ്രുവരി 18 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ധനുഷിന്റെ ഹിന്ദിയിൽ വരാൻ പോണ തേരെ ഇഷ്കുമേ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഡൽഹിയിലുള്ള ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ അൽഫോൻസ് പുത്രനും ഉണ്ണിമുന്തനും കൂടിയിട്ട് നിന്നിട്ടുള്ളൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ANP ഗ്രൂപ്പിന്റെ അടുത്ത് വരാൻ പോണ പടത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും വരാൻ പോവാണ് ഫെബ്രുവരി 18 അറിയിച്ചിട്ടുണ്ട്. അത് റിലീസ് ചെയ്യുന്നത് രമ്യ പാണ്ഡ്യ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. 5 മണിക്കായിരിക്കും പുറത്തിടുക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജട്ടതാരം എന്ന് പറഞ്ഞിട്ടുള്ള സുധീർ ബാബുവിന്റെ പടത്തിന്റെ ഷൂട്ട് ബിഗിൻസ് എന്നിട്ടുള്ള പോസ്റ്റർ വന്നു. പിന്നെ ഡ്രാഗൻ എന്ന് പറഞ്ഞ പടത്തിന് പ്രീ റിലീസ് വേണ്ടി ഇന്ന് 6 മണിക്ക് നടക്കുമെന്ന് പറഞ്ഞിരുന്നു. വെസ്റ്റിൻ ഹോട്ടലിൽ ഹൈദരാബാദിൽ വെച്ചിട്ട്. എന്തായാലും അവിടെ പ്രദീപ് രംഗനാഥ് എത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതേമാതിരി കയാഡ് ലോഹർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ 6 days to go പോസ്റ്റർ വന്നിരുന്നു. അതേമാതിരി 5 days to go പോസ്റ്റർ വന്നിരുന്നു. പിന്നെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണിമുന്തന്റെ അടുത്ത് റിലീസിനെത്താൻ പോകണം. അവിടത്തിന്റെ റിലീസ് ഫെബ്രുവരി 21 അപ്പോൾ അതിന്റെയും 5 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ അവിടത്തിന്റെ ട്രെയിലർ ഇന്ന് രാവിലെ 11 മണിക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ട്രെയിലർ വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത ട്രെയിലർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞിട്ട് നാഗാശേദിനെയും സായിപ്പല്ലി അഭിനയിച്ചോടാം. അപ്പോൾ ടീസം കൊണ്ട് 95.20 കോടിയാണ് നേടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ 100 കോടിയുടെ മുകളിൽ കളക്ഷൻ ആയിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞിട്ട് നണ്ടപൂരി ബാലകൃഷ്ണയുടെ പടം പ്രാവശ്യം ഇറങ്ങിയ പടമാണ്.
ആ പടം നെറ്റ്ഫ്ലിക്സിലൂടെ ഫെബ്രുവരി 21 പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. കൺഫേം ചെയ്താണ്. പിന്നെ ചിരഞ്ജീവിനെ വെച്ചിട്ട് അനിൽ രവിപൂടി ഒരു പടം എടുക്കേണ്ടത് എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് ഈ 2026 സംക്രാന്തിക്കായിരിക്കും പുറത്തിറങ്ങുന്നുള്ള കേൾക്കുന്നുണ്ട്. ഈ അനിൽ രവിപൂടി ലാസ്റ്റ് എടുത്ത പടം സംക്രാന്തിക്ക് വസ്തുന എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ് വെങ്കടേഷിനെ വെച്ചിട്ട്. പിന്നെ അറ്റ്ലി അടുത്തായിട്ട് സൽമാൻ ഖാനും കമൽഹാസനും അല്ലെങ്കിൽ രജനീകാന്ത് ഇവരൊക്കെ വെച്ചിട്ടാണ് പടം എടുക്കുന്നത് എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. പക്ഷെ അതൊന്നല്ല ഇപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്നത് എന്താ വെച്ചാൽ സൺ പിക്ചേഴ്സും ഗീത ആർട്സും കൂടിയിട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അത് അല്ലു അർജുനായിരിക്കും പടത്തിൽ നായകനായി എത്തുക എന്നുള്ളതാണ് കേൾക്കുന്നത്. അറ്റ്ലി ഡയറക്ഷൻ ചെയ്യുന്നുള്ളത്. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലും സത്യനന്ദിക്കാട് ഒന്നിക്കുന്ന പടമാണ്. അതിൽ സംഗീത് പ്രതാപ് ഒരു മെയിൻ കഥാപാത്രം എത്തുന്നുണ്ട്. അപ്പോൾ ആളെ എന്തോ ഒന്ന് തീറ്റിക്കണ മാതിരി ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാൻ ജസ്റ്റ്. പിന്നെ പുതിയതായിട്ട് ഒരു സ്റ്റില്ലും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കാണിക്കുന്നുണ്ട് മോഹൻലാലിൻ്റെ. പിന്നെ എൽ ടെമ്പുരാൻ എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കോയമ്പത്തൂർ ഇതിൻ്റെ പ്രൊമോഷൻ ഇവൻ്റ് ഒക്കെ നടന്നിരുന്നു. അപ്പോൾ അതിന് പൃഥ്വിരാജ് മോഹൻലാൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിലത്തെ ക്യാരക്ടർ നമ്പർ 23 പുറത്തിറങ്ങിയിട്ടുണ്ട്. ഐശ്വര്യ ഓജ എന്ന് പറഞ്ഞ ആളുടെ പേര് ഹനിയ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതേമാതിരി ക്യാരക്ടർ നമ്പർ 22 ഓസിയൽ ജിവാനി എന്ന് പറഞ്ഞ ആളുടെ പേര് സഹീർ മസൂദ് എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ടാണ് അടുത്ത പോസ്റ്റർ ആക്കിയിട്ടുള്ളത്. പിന്നെ സത്യജിത്ത് ശർമ്മ എന്ന് പറഞ്ഞ ആളുടെ പേര് മസൂദ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു 5 പോസ്റ്റേഴ്സ് ഈ പൃഥ്വിരാജിന്റെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്. എന്തായാലും എല്ലാവരും പോസ്റ്ററും വീഡിയോസും വന്നിട്ടുണ്ട്. പോസ്റ്ററൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞ അടുത്തിന്റെ കേരളത്തിലത്തെ ഫാൻ ഷോ 200-ലും കൂടുതലായിട്ടുണ്ട്. എന്തായാലും ഫാൻ ഷോയിലത്തെ പ്രീസെയിൽസ് മാത്രം 1 കോടിയുടെ അടുത്ത് ആയി എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ നീമ്പോളി പ്രൊഡക്ഷൻസിൽ അടുത്തായിട്ട് ഒരു സൂപ്പർ ഹീറോ പടമാണ് വരുന്നുള്ള രീതിയിൽ അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു. അതിന്റെ അനൗൺസ്മെന്റ് 11 മണിക്ക് ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അറിയിച്ചിട്ടുണ്ട്. മൾട്ടിവേഴ്സ് മന്മഥ എന്നാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും പോസ്റ്റർ നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. ഇതിൽ കുറേ ആൾക്കാരൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്നുവെച്ചാൽ ഒരു യൂണിവേഴ്സ് പോലെ തന്നെ എന്തായാലും ഗംഭീരമായി വരട്ടെ. ഒരു മൾട്ടിവേഴ്സ് സൂപ്പർ ഹീറോ പടം മലയാളത്തിൽ ആദ്യമായിട്ടാണ്. എന്തായാലും ഇത് എഴുതിയിട്ടുള്ള ഡയറക്ഷൻ ചെയ്യുന്നു ആദിത്യൻ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. കോ റൈറ്ററായിട്ട് അനന്ത് യസ്രാജ് എന്ന് പറഞ്ഞ ആളും നിതിരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട്. എന്തായാലും മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്ക് ഈ ഭാഷകളിലൊക്കെ ആയിട്ടാണ് പുറത്തിറങ്ങുന്നത് ഒരു പാനിന്റെ ഫിലിമായിട്ട്. എന്തായാലും പോസ്റ്റും ഫോട്ടോസൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഞാൻ സൂര്യയുടെ 46ാമത്തെ പടം വെങ്കിയാറ്റിലൂരി എടുക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. സിത്താര എന്റർടൈൻമെന്റ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതും കേൾക്കുന്നുണ്ട്. ആളുടെ ലാസ്റ്റ് ഇറങ്ങിയ പടം ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ പടമാണ്. ഗംഭീര പടം തന്നെയായിരുന്നു. എന്തായാലും സൂര്യനെ വെച്ചിട്ടുള്ള പടം അനൗൺസ്മെന്റ് ചെയ്യുന്ന ഈ മാർച്ചിലൊക്കെ ആയിട്ട് അനൗൺസ്മെന്റ് ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. മെയിലൊക്കെ ആയിട്ട് ഷൂട്ട് തുടങ്ങുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ, ഗംഭീരാവട്ടെ. പിന്നെ ആകാശം ലോക്കട്ടാര എന്ന് പറഞ്ഞിട്ടുള്ള ദുൽഖർ സൽമാന്റെ പടം. അവിടത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ഗുജറാത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആകെ കൂടിയിട്ട് 15 ദിവസത്തെ ഷൂട്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ഷെഡ്യൂൾ ഈ മാസം ലാസ്റ്റിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിലായിട്ടായിരിക്കും തുടങ്ങുക എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ദുൽഖർ സൽമാന്റെ ഇനി അടുത്ത വരാൻ പോണ പടങ്ങളിൽ സമീർ താഹിർ ഒരു പടം എടുക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കലി, അതേമാതിരി നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി ഈ 2 പടത്തിന് ശേഷം ഇവരണ്ടാക്കർ വന്നിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ കാർത്തിക് സുബരാജ് ഇപ്പോൾ റെട്രോ എന്ന് പറഞ്ഞ പടമാണ് എടുത്തിട്ടുള്ളത്. ഇനി വരാൻ പോണ ആളുടെ പടങ്ങളിൽ ദുൽഖർ സൽമാനെ വെച്ചിട്ട് ആളൊരു പടം എടുക്കും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഇതിലൊക്കെ ഗംഭീരമായി വരട്ടെ. രേഖാചിത്രം പറഞ്ഞിട്ടുള്ള ആസിഫലിന്റെ പടം സോണി ലെവിലൂടെ മാർച്ച് 14 തീയതി എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് പ്രീപോൺ ചെയ്തിട്ടുണ്ട്. മാർച്ച് 7 തീയതിക്കൊക്കെ ആക്കിയിട്ടുണ്ട്. എന്തായാലും അത് ഒഫീഷ്യലി കൺഫേം ചെയ്തതാണ്. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്ന് പറഞ്ഞ 5 ഭാഷകളിലായിരിക്കും പടം പുറത്തിറങ്ങുക. പിന്നെ SK-AR അല്ലെങ്കിൽ SK-23 എന്ന് പറഞ്ഞ അടുത്തതിന്റെ ടൈറ്റിൽ ടീസർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് 17 തീയതി വരും എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഭാഗത്ത് നിന്ന് SK-AR എക്സൈറ്റിംഗ് അനൗൺസ്മെന്റ് ലോഡിംഗ് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ ഇറക്കി. പിന്നെ രണ്ടാമതായിട്ട് വന്ന് ടൈറ്റിൽ ഗ്ലിംസ് ഓൺ ഫെബ്രുവരി 17th 11 AM എന്നുള്ള രീതിയിൽ. എന്നുവെച്ചാൽ ഇന്ന് രാവിലെ 11 മണിക്ക് അതിന്റെ ടൈറ്റിൽ ടീസർ വരും എന്നുള്ളത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഗംഭീര സാധനം എന്നാവുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ആട് 3 എന്ന് പറഞ്ഞ അടുത്തിന് നരേഷൻ സെഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സൈജു ഉറപ്പ് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. സണ്ണിവേനും ഒക്കെ ഇരുന്നിട്ടുള്ള ഒരു രീതിയിലുള്ള ഫോട്ടോ ആണ്. എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ 7 വിനായകനും മമ്മൂട്ടി അഭിനയിച്ച പാട്ടാണ്. മമ്മൂട്ടി വില്ലനായെന്ന് പറഞ്ഞ പാട്ടാണ്. ഇത് എനിക്ക് ജോസാണ് പടം എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കളംകാവിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ കളം കാവിൽ നിന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കളംകാവിൽ നിന്ന് വായിക്കാം. എന്തായാലും ദ വെനം ബിനീത്ത് എന്നുള്ള രീതിയിൽ താഴത്ത് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ഇറക്കിയത് വിനായകന്റെ പോസ്റ്ററാണ്. ആളുടെ മുഖം ഒന്നും അങ്ങനെ ക്ലിയർ ആയി കാണാത്ത രീതിയിലാണ് ഇറക്കിയത്. രണ്ടാമത്തെ ഇറക്കിയ മമ്മൂട്ടിയുടെ പോസ്റ്ററാണ്. മമ്മൂട്ടിയുടെ പോസ്റ്റർ ഒരു ഗംഭീര സാധനം തന്നെയാണ്. ഒരു സിഗരറ്റ് മുക്കാൽ ഭാഗത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കടിച്ചിട്ട് പൊട്ടിച്ച രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഗംഭീര പോസ്റ്ററായിട്ടൊക്കെ തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇതിലത്തെ ഈ പേരുകളും കാര്യങ്ങളൊക്കെ മായിച്ചിട്ടൊരു പോസ്റ്ററും അല്ലെങ്കിൽ ഒരു ഫോട്ടോ അവർ പുറത്തിട്ടിട്ടുണ്ട്. അതും കാണിക്കാം. പിന്നെ കുറേ ഫാൻമെയ്ഡ് ആയിട്ട് പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ MMN മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ പടം അവിടത്തിന്റെ ന്യൂഡൽഹിത്തെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ലുക്ക് വേറെ ലെവലായിട്ടാണ് തോന്നിയത്. ഇതിൽ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഫോട്ടോ കണ്ടപ്പോൾ ജോൺ വിക്ക് ആയിട്ടാണ് സാമ്യം തോന്നിയത്. ആ പടത്തിലത്തെ ആദ്യത്തെ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കിടിലനായിരിക്കും. എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ തോന്നിയ മമ്മൂട്ടിക്ക് ഈ പടത്തിൽ എത്ര ലുക്ക് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിപ്പോയത്. എന്തായാലും പടം ഗംഭീരമായി വരട്ടെ. പിന്നെ രാംചരന്റെ 16ാം തടം RC 16 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഷൂട്ടിംഗ് ഇനി എല്ലാ മാസം 20 ദിവസത്തോളം ഷൂട്ട് ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ഷൂട്ട് കഴിയണ വരെ 20 ദിവസം എല്ലാ മാസത്തിലും ഷൂട്ട് ഉണ്ടാവും എന്നുള്ള രീതിയിൽ. എന്തായാലും പടത്തിന്റെ ഡയറക്ടർ ബുച്ചി ബാബുസാന എന്ന് പറഞ്ഞ ആളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ വിഷയം ഉണ്ടായിരുന്നു. പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാളുടെ RC 17 ആണ്. അത് 2 പാർട്ടിലാന്നുള്ള ഏകദേശം കൺഫേം ആയതാണ്. ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞ സുകുമാരാണ് പടം എടുക്കുന്നത്. എന്തായാലും അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് ഗംഭീരമായി വരട്ടെ. പിന്നെ കഴിഞ്ഞിട്ട് RC 18 ആയിട്ട് വരാൻ പോണ പടം നിഖിൽ നാഗേഷ് ഭട്ട് ആയിരിക്കും എടുക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ രാംചരന്റെ 18ാമത്തെ പടം ഒരു ഗ്ലോബൽ മിത്തോളജിക്കൽ എപ്പിക് രീതിയിലുള്ള ഒരു ജനറലായിരിക്കും വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. അതെടുക്കുന്നത് നിഖിൽ നാഗേഷ് ഭട്ട്. ഇതറിയാത്തവർക്ക് ജസ്റ്റ് വേണമെങ്കിൽ പറയാം, കിൽ എന്ന് പറഞ്ഞ പടം ഡയറക്ഷൻ ചെയ്ത ആളാണ്. എന്തായാലും പടം ഗംഭീരമായി വരട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിലേക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.